പിൽക്കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ ഓർത്ത. കാരണം ഇവിടെ നടക്കാൻ പോകുന്ന ലോകാവസാനം വരെ നടക്കാവുന്ന എല്ലാ കാര്യവും ആർക്കറിയാലോ? സുള്ളാക്കറിയാലോ. എൻ്റെ സമുദായം മറ്റുള്ളവരാൽ എന്നെ ഇകഴ്ത്തപ്പെടുന്നത്. ഇപ്പം എന്താ അവസ്ഥ? ആളില്ലല്ലോ, ഒരാളുണ്ടോ? ഒരാളുള്ളത്. ഒരിറ്റ സമുദായത്തെ രണ്ടാക്കിയിട്ട് തല്ലിക്കല്ലേ. ആരാ തല്ലിക്കണത്? ശത്രു. അത് മനസ്സിലാക്കാൻ പോലും കഴിയണില്ല. ആരായാലെന്താ? ഒരു ഷിയാക്കളാണ്, ആയിക്കോട്ടെ, മുസ്ലിങ്ങളല്ലേ. മനസ്സിലായില്ല. ഒരു വിശ്വാസം നന്നാകാൻ വേണ്ടി ഒരു സുന്നി രാജാവ് തല്ലല്ലോ. ഒരു തല്ലണത് ആരാ? ഇസ്ലാമിന്റെ ശത്രു, ഏറ്റവും വലിയ ശത്രു. ഒന്റെ ലക്ഷ്യം എന്താ? ഇസ്ലാം. ഞാൻ അത് കഴിഞ്ഞിട്ട് ഇറാൻ തകർന്നവൻ വെറുതെക്കോ? ഇല്ല. അവന് ഒന്നുകൂടി സന്തോഷവും. മറ്റൊരാണ് ഒതുങ്ങണം. അവർക്ക് ആവശ്യം ഒതുങ്ങലാണ്. ഫിറഔന് ആവശ്യത്തിലുണ്ടായിരുന്നുള്ളൂ ഒതുങ്ങി കൊടുക്കുക. അതാണ് റബ്ബുക്കുമുൽ ആല. മൂസാക്കൊരു പടച്ചോൻ ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഏറ്റവും വലിയ സുപ്പീരിയർ ഗോഡ് ഞാനായിരിക്കണം. എൻ്റെ ലിസ്റ്റിലുള്ള പടച്ചോൻ മൂസാക്ക് ഉണ്ടായ എനിക്ക് വിരോധമല്ല. മൂസ ഒരു പടച്ചോൻ ഒറ്റക്കാണ് ആരാധിക്കുന്നത്, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ലിസ്റ്റ് തരണം. ആരൊക്കെ ആരാധിക്കും, ആരൊക്കെ ആരാധിക്കാൻ പാടില്ല ഞാൻ തീരുമാനിക്കും. മൂസ വന്നീമല വന്നിട്ട് എൻ്റെ കൊട്ടാരത്തിൽ വന്നത് എന്ത് പറഞ്ഞാൽ മതി? പിന്നെ ഞാനൊരു പടച്ചോനെ ആരാധിക്കുന്നുണ്ട്, ഒറ്റക്കാണ്, ആ ലിസ്റ്റിലൊന്ന് ചേർത്താളി. അപ്പൊ പറയുകയാണെങ്കിൽ ഫിറൗൻ എന്ത് പറയും? സന്തോഷത്തോടു കൂടി പറയും. ഇങ്ങനെയാണ് ഇപ്പൊ കണ്ടത് സംഗതി. ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ കൊന്നിട്ടാണ് ഒന്ന് നാടുവിട്ടെങ്കിലും ഓനിപ്പോ ഒരു പടച്ചോനെ കിട്ടിയോ ഒറ്റക്ക് വന്നിക്കണം. എന്നാലും എന്നോട് വന്ന് പറഞ്ഞു അൽഹംദുലില്ലാ. അങ്ങനെയല്ലേ ഇപ്പൊ നാട്ടിലൊരു മുതലാളി, ഇജിപ്പം മുതലാളി ആയാലും നമ്മുടെ നാട്ടുകാർ പറയുന്നത്, ഇജിപ്പോ ഗൾഫ് പോയി വലിയൊരു മുതലാളി ആയാലും ഇജ് വീട്ടിൽ നിന്ന് ഗൾഫിൽ നിന്ന് വന്ന് പെട്ടി വെച്ചുകൊള്ളുമ്പോ തന്നെ പെട്ടി വരെ പൊളിക്കാതെ മുതലാളിന്റെ പേരിൽ പോയി ആ മുതലാളിന്റെ 10 ഇരട്ടി വലിയ മുതലാളി ആയാലും ഞാൻ മുതലാളിന്റെ നാട്ടിലെ സ്ഥിരമുള്ള മുതലാളിന്റെ വീട്ടിൽ പോയിട്ട് ആജിർക്കാക്ക അസ്സലാമു അലൈക്കും, ഇജിപ്പോ എപ്പോഴേ വന്നു വെച്ച് വരുന്നു വാപ്പ പറഞ്ഞ് പള്ളിയിൽ വന്നിട്ട് ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളൂ അജിരാക്ക, ഞാനിപ്പോ 5 മിനിറ്റ് ആയിട്ടുള്ളൂ, പെട്ടി അവിടെ പേരേക്ക് വെച്ചിട്ടുള്ളൂ, ഒരു ചായ വരെ കുടിച്ചിട്ടില്ല, ഒരു കാൽ ചായ ഇവിടുന്ന് കുടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ വേഗം ആജിർക്കാക്ക വേഗം അകത്ത് കുളിച്ചു. റെഡി, നമ്മളെ അമ്മേന്റെ മാം വന്നിക്കണം, അവൻ വലിയ മൊഹലാളി ആയിക്കണമൊക്കെ കേൾക്കണം. എന്നാലും അൽഹംദുലില്ലാ നമ്മളെ കുട്ടികളൊക്കെ എപ്പോഴും നമ്മളൊപ്പം തന്നെയാണ്. ഒരു ചായയും കുടിച്ച് പോയാൽ മനസ്സിലായില്ലേ? ആ ഒരു പിത്തനെ അമ്മൊരാളിനെ കൊണ്ട് എന്നൊക്കെ ഉണ്ടാവില്ല. ഇതൊരു ഫിറഔൻ മനസ്സാ. അത് റബ്ബുക്കുമുൽ ആല. നിങ്ങൾ ചിന്തിക്കുക. അതേ സമയത്ത് 4 ദിവസം ഞാൻ ബൈക്കന്നെ പോയില്ല. എന്നിട്ട് എന്ത് ചെയ്ത് പള്ളിക്ക് വെള്ളിയാഴ്ച കൊടുത്താണ് പിന്നെ ആണ് കയറുന്ന നേരത്തെ തന്നെ മറ്റൊന്നല്ല നോട്ടം നോക്കും. എന്തെങ്കിലും ഒരു വിത്തനം, എൻ്റെ മകളെ കെട്ടിക്കുമ്പോ എവിടെയെങ്കിലും ഒരു വിത്തനം ഉണ്ടാക്കിയിട്ട് അതിന് 2 ദിവസം മോലിയാരെ ചിറ്റിക്കെങ്കിലും ചെയ്യും. അങ്ങനെയാണ് കത്ത് കൊടുക്കണ്ട. ഓലൊക്കെ ഇവിടെ കുറച്ച് കുറേശ്ശായി നടക്കാം. പ്രസിഡന്റ് ഞാൻ തന്നെ. ഇത് ഫിറൗൻ ഒരു കാലത്തും ചാവില്ല. എല്ലാ നാട്ടിലും ഫിറൗൻ ഉണ്ടാവും, ഓരോ സമുദായത്തിലും ഫിറൗൻ ഉണ്ടാവും. അതാ നാട്ടിലെ ഫിറൗനാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാം. അപ്പൊ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാവേണ്ട പറഞ്ഞു. നിങ്ങൾ മുസ്തഫ എന്ത് പറയാനപ്പോ ഞാൻ ഈ വിഷയം പറഞ്ഞ് എന്ത് പറയാനപ്പോ പറഞ്ഞ് എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണല്ലോ പറഞ്ഞത്. അതെ ഈ അമേരിക്കക്ക് ആവശ്യം അമേരിക്കന്റെ മേൽക്കോയ്മ അംഗീകരിക്കണം. അമേരിക്കൻ മേൽക്കോയ്മ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ അള്ളാഹ് ആരാധിക്കണം, രാവും പകലും കുനൂത്തോതി നിസ്കരിച്ചാലോ ഒരു പ്രശ്നമല്ല. അമേരിക്ക പട്ടാളം നടത്തി കൊടുക്കും. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ നിസ്കരിക്കും, ആയിക്കോട്ടെ. മനസ്സിലായി? അമേരിക്ക നിരീശ്വരവാദി ആണെങ്കിൽ പോലും അമേരിക്ക പടച്ചോനെ ആരാധിക്കണതിന് അമേരിക്കക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അനറബുക്കുമുൽ ആല, സുപ്പീരിയർ ഗോഡ് ആരാണ്? അമേരിക്ക ആണ്. അംഗീകരിക്കണം. ഈജിപ്തോടെ ആരടാന്ന് പറഞ്ഞാൽ അന്ന് പ്രശ്നമായി. അപ്പൊ ഇനി 2 വകുപ്പേ ഉള്ളൂ. ഒന്ന്, ഇങ്ങനത്തെ ആളുകൾ സമൂഹത്തിൽ ഇല്ലാതെയാവുക. അപ്പോൾ ദജ്ജാലിന്റെ അവസ്ഥ. അപ്പൊ ദജ്ജാലിയത്തിന് ഇവിടെ എന്ത് വന്നു? ആ സുപ്പീരിയർ ഗോഡ് എന്ന അവസ്ഥയിലേക്ക് ആര് കയറി വന്നു? ദജ്ജാൽ. അപ്പൊ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ അവര് പറഞ്ഞതിനെ കേൾക്കുകയും ചെയ്യും.
എന്ത് ഇനി ദജ്ജാൽ വന്നപ്പോൾ അമേരിക്ക നമ്മളെ പ്രധാനപ്പെട്ട ആളാണ്, അവിടെയൊക്കെ ഒരു സ്വീകരണം കൊടുത്താണ്. അപ്പൊ ഈ മുസ്ലിങ്ങൾ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? ദജ്ജാൽ വരുമ്പോഴത്തേന് അമേരിക്കൻ സ്റ്റേറ്റ്മെന്റ് വരും, എന്ത് സ്വീകരണം കൊടുത്താണ്. അപ്പൊ എല്ലായിടത്തും മുസ്ലിമീങ്ങളാണ്, ഭൂരിപക്ഷം മുസ്ലിമീങ്ങൾ പിൻപറ്റും. ആരെ? ദജ്ജാൽ. എന്തുകൊണ്ട് ദജ്ജാലിനെ പറ്റിയുണ്ടെന്നു? ഇവനെ നിയന്ത്രിക്കുന്ന ശക്തിയുടെ താല്പര്യക്കാരനാണ് ആര്? ദജ്ജാൽ. അപ്പോൾ തമ്മിൽ എന്ത് പറയും ചെയ്യും? നമ്മക്ക് വേണ്ടെങ്കിലും അവിടുന്ന് പറഞ്ഞില്ലേ, ഒന്നത് ഇതൊരു എവിടെ ഒരു തോളിൽ സാലിട്ടാണ് വിട്ടളി, നമ്മക്ക് ഒരു മുണ്ട് തോൾ കൂടി ഇട്ട് കൊടുത്താൽ പോരെ? എന്ത് ദജ്ജാൽ ഇങ്ങനെ എല്ലാ നാട്ടിൽ കൂടി വന്ന് മലപ്പുറത്ത് വന്ന് പൊന്നാനി വന്ന് അപ്പോഴൊക്കെ നമ്മളൊരു പൊന്നാട് അണിയിച്ച് സ്വീകരിച്ചു. ആരെ? ദജ്ജാൽ എന്താ വേണ്ട ഒക്കെ തരും ചെയ്യും. ദജ്ജാലിന്റെ ഒരു കയ്യിൽ അപ്പം ഉണ്ടാവും, ഒരു കയ്യിൽ വെള്ളം ഉണ്ടാവും. അതിന്റെ അർത്ഥം നിങ്ങൾക്കൊരു കമ്മി ഉണ്ടാവില്ല, നിങ്ങൾ എന്ത് കമ്മിയോ പരിഹരിച്ചു തരും. നിങ്ങൾ മുസ്ലിം അല്ലാതാണെന്ന് ഒരു വാശി ഉണ്ടാവില്ല. ഓന്റെ മേൽക്കോയ്മ നിങ്ങൾ അംഗീകരിക്കണം. ആ പള്ളി മദ്രസൊക്കെ സഹായിക്കേ, ഒക്കെ സഹായിക്കും. അങ്ങനെയാണ് മാസം ഉറപ്പിക്കണമെങ്കിൽ ദജ്ജാലിനോട് ചോദിക്കേണ്ടി വരും. പിന്നെ ഞങ്ങൾ അങ്ങനെ എഴുതുന്നുണ്ട്. അപ്പൊ ദജ്ജാൽ പറഞ്ഞു, അതിനിപ്പോ എന്നോട് ചോദിക്കണ്ട, ഞങ്ങളെ കളിയന്മാരൊക്കെ ആണ് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ പറയും, ബഹുമാനപ്പെട്ട ദജ്ജാലുകൾക്ക് പറഞ്ഞതനുസരിച്ച് ഞങ്ങളെ ഉസ്താദ് ഇന്നലെ മാസം ഉറപ്പിച്ചിട്ടുണ്ട്, നാളെ തന്നെയാണ് പിന്നെ ഈദുൽ അദ്ഹ. അല്ലാഹു അക്ബർ. നമ്മുടെ സമ്മേളനങ്ങളെ പ്രധാനപ്പെട്ട അതിഥിയായി ഇവനെ കൊണ്ടുവരിക. അപ്പോൾ അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. അതാര് പറയും ചെയ്യും. ദജ്ജാൽ എന്താ പറയാ? ദജ്ജാൽ ഒരിക്കലും ഭിന്നിപ്പിക്കല്ല, ഒറ്റക്കെട്ട്. ജനങ്ങളെല്ലാവരും പറഞ്ഞ ഐക്യം വേണമെന്നല്ലേ? ഏറ്റവും വലിയ ഐക്യത്തിന്റെ ആളായിരിക്കും? ദജ്ജാലായിരിക്കും. ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കാൻ ദജ്ജാൽ പരിഹരിക്കും. എല്ലാ പ്രശ്നം ദജ്ജാൽ പരിഹരിക്കും. എല്ലാ പ്രശ്നവും. ഫലസ്തീൻ പ്രശ്നം മാത്രം പറയല്ല ഞാൻ. സപ്പോസ് ഒരു ഫലസ്തീൻ പ്രശ്നമുള്ള ഈ സമയത്ത് ദജ്ജാൽ വരികയാണെങ്കിൽ ദജ്ജാൽ ആദ്യം ചെയ്യാൻ ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കില്ല. നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണം. അപ്പോൾ പിന്നെ എല്ലാവരും എന്താ പറയാ? എന്തായാലും മൂപ്പർ പറഞ്ഞത് നിങ്ങൾ നോക്കി, എന്ത് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നല്ലേ പറഞ്ഞ്? നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. അപ്പൊ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു. ആര് പറഞ്ഞ അനുസരിച്ച്? ദജ്ജാൽ പറഞ്ഞ അനുസരിച്ച്. അപ്പൊ സുപ്പീരിയർ ഗോഡ് ആരെന്നെ? അപ്പൊ ഇവിടെ അള്ളാഹ് എന്റെ കൽബിന് പോയി, എന്റെ പദവി ഇവിടെ ആർക്ക് കൊടുത്തു? ഇവിടെ അള്ളാഹ് ഏകനായ, ഞാൻ ഒരു അള്ളാഹ്ക്ക് മാത്രമേ ആരാധിക്കുള്ളൂ. ആയിക്കോട്ടെ, വിജിത്താലേന്ന് ഇവിടെ വന്ന് പറഞ്ഞാ പോരെ? മനസ്സിലായില്ല? അപ്പൊ ഇത് മനസ്സിലായില്ലേ? എനക്കൊരു പഠിച്ചോ മാത്രമേ ഉള്ളൂ, മറ്റവന് 10 പഠിച്ചോ, മറ്റവന് 25 പഠിച്ചവനൊക്കെ ഉണ്ട്. അപ്പൊ പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് പ്രശ്നം അന്നങ്ങോട്ട് ബുദ്ധിമുട്ടിച്ചു. ഞാനൊക്കെ നാട്ടിൽ തന്നെ ജീവിക്കാൻ വയ്യ. അപ്പൊ ഈ മുതലാളിന്റെ ദൂതൻ, ഈ ദൂതൻ വന്നിട്ട് എന്നോട് എന്ത് പറയാ? എനിക്കത് ഒരു പഠിച്ചോനെ ആരാധിച്ചെങ്ങായി, പക്ഷെ എനിക്ക് മുതലാളിനോട് വല്ല പോയിന്ന് പറഞ്ഞൂടെ? പിന്നെ ഞാനൊരു പഠിച്ചോനെ മാത്രമേ ആരാധിക്കുള്ളൂ കേട്ടോ, അതിന് ഇവിടുന്ന് സമ്മതം തരണം. അതായിക്കോട്ടെ, ആരോടും പറയണ്ട, ആരാധിച്ചു. പിന്നെ നാട്ടുകാരൊക്കെ ഒരു പടച്ചോനെ മാത്രമേ ആരാധിക്കണുള്ളൂ എന്ന് പറഞ്ഞിട്ട് മുതലാളിൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ മുതലാളി എന്താ പറയാ? അങ്ങനെ ഉണ്ടാവില്ല ആളുകൾ. ഞങ്ങൾ അത്തരം പണിയാക്കി പോയി കാണി പോയി. കിട്ടിയ ഉടനെ അബൂജഹൽ ഉത്തമത്ത് ശൈവത്തിനെ രഹസ്യമായി കണ്ട, പിന്നെ എനിക്ക് ഒരു പഠിച്ചോനേ ഉള്ളൂ കേട്ടോ, നിങ്ങളതിന് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അപ്പോൾ ഒരു തമ്മിൽ നോക്കി, ഒന്നങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി, ഇവിടെ തിരിക്കും കുട്ടിയെ ഒരു അങ്ങേ റൂമിൽ പോയി യോഗം കൂടി. നമ്മളിപ്പോൾ അബ്ദുള്ളാന്റെ മകനല്ലേ, നമ്മളിപ്പോൾ എന്താ പിന്നെ ചെയ്യുക? ആയിക്കോട്ടെ. പിന്നെ അവരിറങ്ങി വന്നു, കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. പിന്നെ ആയിക്കോട്ടെ, ഞങ്ങൾ സമ്മതിച്ചു, കുഴപ്പമൊന്നുമില്ല. പിന്നെ മക്കാർ നബി ഒരു പടച്ചോനെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ എന്ന് വിവരം നാട്ടിൽ പ്രശ്നമാണെങ്കിൽ അബൂജഹൽ എന്ത് പറയും? പോയിട പണി നോക്കിയിട്ട് ഒക്കെ ഞങ്ങളോട് പറഞ്ഞ നമ്മൾ അതിന് അമ്മ കൊടുത്തന്നെ, നമ്മളാൾ തന്നെയാണ്. പ്രശ്നം ഉണ്ടാക്കാതിരിക്കുകയാണെങ്കിൽ നബിക്ക് നല്ലത് എന്തായിരുന്നു? അന്തംഗമ്യാളെ നാട്ടിൽ പ്രശ്നമില്ലാതെ അള്ളാനെ ആരാധിക്കലാണ് നബിയുടെ ഉദ്ദേശമെങ്കിൽ നബിക്ക് ആദ്യം ആരോട് പോയി പറഞ്ഞാൽ മതി? വറക്കത്തിന്റെ നോഫലിന്റെ അടുത്തേക്കല്ല പോണ്ടത്.
ഏകനായ അള്ളാനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞ് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളാണ് വറക്ക. അതുകൊണ്ടാണ് വറക്കന്റെ വീട് പുറത്തായത്. മക്ക നഗരത്തിൽ ഏറ്റവും പുറത്താണ് ആരെ വീട്. പിന്നെ മറക്കൻ അവർ വിട്ടതിന്റെ വറക്ക ആരോട് ഇത് പറയില്ല, ഒറ്റക്ക് കഴിഞ്ഞു വിടുകയാണ്. വയസ്സ് ഇത് നല്ല നിറഞ്ഞ ആളാണ്. ഭർത്താനെ പറഞ്ഞ നാട്ടുകാരൊക്കെ കേൾക്കും, നാട്ടുകാരൊക്കെ സമ്മതിച്ച് അംഗീകരിക്കുന്ന ആളാണ്, ഒരു വർത്താനം പറയാൻ യോഗ്യനാണ്. അങ്ങനത്തെ ഒരാൾ പഠിച്ചോ എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാണ്. അപ്പൊ ഇത് ഇവര് നേരത്തെ പറയാം അള്ളാന്റെ റസൂല് വന്നിട്ട് അബൂജഹൽ ഉത്ബത്ത് ഷൈബത്തിനോട് പിന്നെ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി, ഞാൻ അവിടെ പോയി കുത്തിരിക്കാന് ഇറാഖുവയില്. അപ്പൊ ഒരാൾ വന്നാണ്ട് അള്ള എങ്ങനാണ് ആയിക്കോട്ടെ, ഇനി അങ്ങനെ വിചാരിച്ചാൽ മതിയാണ്. അപ്പൊ പിന്നെ ഞാൻ ആ ഇറാഖു ഇറങ്ങിപ്പോന്നപ്പോൾ എനിക്ക് വേഗം തോന്നി നിങ്ങളോട് ഇത് പറഞ്ഞാണ്ടൊരു സംഗതി വാങ്ങണം. അപ്പോൾ നിങ്ങളെ ഇത് വന്നതാണ്. അപ്പോൾ ഓരോക്കെ ഇപ്പോൾ കൂടി നമുക്കിപ്പോൾ ഇത് അംഗീകരിക്കാനൊന്നും വയ്യ. പക്ഷെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് മനസ്സിലായില്ല, നമുക്കിത് അംഗീകരിക്കാനൊന്നും വയ്യ. പക്ഷേ നമ്മളോടൊക്കെ വന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിപ്പോൾ അതിന് ഒരു പ്രൊട്ടക്ഷൻ തരില്ലാതെ നിർവാഹമില്ല. അപ്പൊ പിന്നെ നാട്ടിൽ പ്രശ്നം ഉണ്ടായാലും അബൂജഹൽ എന്താ പറയാ, മുഹമ്മദ് ഒരു പഠിച്ചോനെ ആലോചിച്ചോട്ടെ, നിങ്ങൾക്കെന്താ, നിങ്ങൾ വേറൊരു ആലോചിച്ചോളി ഉണ്ടാന്നാണ് ഇവിടുന്ന്. അതൊക്കെ നമ്മളെ കുട്ടികളല്ലേ, നമ്മളെ അബ്ദുള്ളാന്റെ മോനല്ലേ. അപ്പോൾ സുപ്രീം കമാൻഡർഷിപ്പ് ആർക്ക് കൊടുത്തു? അബൂജഹൽ. ഇവിടെയാണ് പ്രശ്നമുള്ളൂ, ഇവിടെ പ്രശ്നമുള്ളൂ. അന്നും നടക്കണാണ് ഇന്നും നടക്കുന്നത്. അതാണ് ഹിസ്റ്ററി. വാട്ട് ഈസ് ദ ഹിസ്റ്ററി? ഹിസ്റ്ററി അതേ കഥ, ഒറ്റ കഥയെ ലോകത്തുള്ളൂ. വാട്ട് ഈസ് ദ ഹിസ്റ്ററി? ഹിസ്റ്ററി. മനസ്സിലായില്ല. മനുഷ്യൻ അവന്റെ ഒന്നാം ദിവസത്തെ ചരിത്രമാണ്, അവന്റെ അവസാന ദിവസത്തെ ചരിത്രം, ആദന്റെ ചരിത്രമാണ് നിന്റെ ചരിത്രം. വാട്ട് ഈസ് ദ ഹിസ്റ്ററി? ഹിസ്റ്ററി. ഒരാൾ ചരിത്രമാണ്, എല്ലാവരും ചരിത്രം. ഒരു കാലത്തിന്റെ ചരിത്രമാണ്, എല്ലാ കാലത്തിന്റെ ചരിത്രം. ചരിത്രം കണ്ടില്ല എന്നും ഒന്നേ നടക്കുള്ളൂ, രണ്ടു നടക്കൂല. നിങ്ങളിന്റെ കൂടെ അല്ല. കഴിഞ്ഞാലും നടന്നാൽ ഇക്കൊല്ലം നടക്കണത്, ഇക്കൊല്ലം നടന്നത് തന്നെയാണ്. അടുത്ത രണ്ടെണ്ണം നടക്കൂല. ലോകത്തെന്നും ഒന്നേ നടക്കൂ. ഹിസ്റ്ററി. ഒരു മനുഷ്യന്റെ കഥ തന്നെയാണ്, ഒരു കാലത്തിന്റെ കഥ തന്നെയാണ്. 2025 കഥ തന്നെയാണ് 26 കഥ. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കുറച്ച് മുട്ടാളന്മാരായ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് ആളുകൾ മദ്രസ സ്കൂളിലൊക്കെ പോയിട്ട് പഠിക്കുന്ന ആളുകളുണ്ട്. അപ്പം ഞങ്ങൾ അന്നൊക്കെ വിചാരിച്ചിരുന്നു, നമ്മൾ വിചാരിച്ചിരുന്നു എന്താ, ഈ തന്താരൊക്കെ പോയ ഈ നാടെന്നോ നന്നായോ? ഒരിക്കലും നന്നാവില്ല. ഇപ്പോ ബാക്കിലുള്ള കുട്ടികൾ വിചാരിക്കണ്ട, എന്ത് ഈ തന്താരൊക്കെ പോയാൽ നന്നാവില്ല. ഹിസ്റ്ററി ഇന്നത്തെ ചരിത്രം തന്നെയാണ്. ഇന്നലെ നടന്നതാടോ ഇന്നും നടക്കൂ, ഇന്നും നടന്നതാണ്. ആളാണക്കൂ കയ്യൂക്കുള്ളവൻ കയ്യക്കാരൻ. ലോകത്തിലുണ്ട്. അതിൽ ചില ആളുകളെ കിട്ടൂല. പോടാ പണി നോക്കി അറിയും. കയ്യോക്കുള്ളവന്റെ മുഖത്ത് നോക്കി പോടാന്ന് പറയും, ഒരു ഷഹീദായി മരിക്കും. അത് അലി കംനായി ആണെങ്കിലും ആരാണെങ്കിലും. നിങ്ങൾ ആരും ഞാൻ അവരെ ആക്ഷേപിക്കൂല. ഷിയാക്കളല്ലേ, അതൊക്കെ അള്ളാഹു തീരുമാനിച്ചു. ഞാൻ ഷിയല്ല. പക്ഷെ ധീരന്മാരെ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. ധീരൻ തന്നെയാണ്. ധീരൻ തന്നെയാണ്. ഞാൻ അവരെ കുറിച്ച് നല്ല മാത്രം പറയുന്ന ആളാണ്. അത് ധീര തന്നെയാണ്. അത് കഴിവാണ്. എന്ത് ഇപ്പൊ പ്രശ്നമുള്ളൂ? ഇപ്പൊ ഈ അലി കംനായി എന്ത് പറഞ്ഞാൽ മതി, നമ്മൾ ഇനി മുതൽ നിങ്ങൾക്ക് ഒപ്പിച്ചു നിൽക്കും. ഓക്കെ, പ്രശ്നം തീർന്നു. നിങ്ങൾ തീരുമാനിച്ചോളൂ. ഒന്നും തീരുമാനിക്കേണ്ട, മനസ്സിന്റെ അടിമത്തം കൊടുത്താൽ മതി. 6 മാസം ഒരു കൊല്ലം അടക്കുമ്പോൾ ട്രംപോ മറ്റോ ഒന്ന് വിളിക്കും. അവിടുത്തെ കാര്യങ്ങളൊക്കെ രാവിലെ അല്ലേ, ഞാൻ എന്തേലും വേണ്ടി പറയണം കേട്ടോ. ആയിക്കോട്ടെ. ആ ഫോൺ അവിടെ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ ആട്ടിയാൽ വേണ്ടില്ല. ഇനി ഫോനോട് പറയാനൊക്കെ അത് മനസ്സിലായില്ല. 6 മാസത്തിൽ ഒരു കൊല്ലത്തിലൊരിക്കൽ ട്രംപ് വിളിക്കുമ്പോ അലി കംനായിനോട് വിളിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്താ നമ്മൾ പറഞ്ഞ മാതിരിയൊക്കെ തന്നെയല്ലേ, അതൊക്കെ തന്നെയാണ്. ഒരാളി അങ്ങനെ തന്നെയാണ്. പ്രശ്നങ്ങൾ എന്താണെങ്കിൽ പറയണം, എന്നോട് പറഞ്ഞാൽ മതി. എന്ത് പ്രശ്നം ഞാൻ ഒരുക്കി തരും. ആയിക്കോട്ടെ. എന്തെങ്കിലും കൊണ്ട് ഇവിടുന്ന് മുതലാളിക്ക് അറിയിക്കും. ഫോൺ അവിടെ വെച്ചതിന് ശേഷം ഇങ്ങനെ ആട്ടിയാലും അത് ആരും അറിയാൻ പോണില്ല. അതിന് പറ്റൂല. ഫോൺ എടുക്കൂല.
കാരണം ഓനാരാ? ഓന് നേരിനും നീതിക്കും എതിരായവനാണ്. ലോകത്തെ വേട്ടയാടുന്ന ഞാനാണ് ഭൂമിയിലെ പടച്ചോന്ന് പറയുന്നവനാണ്. ഓന് കുമ്പിട്ടിട്ട് എനിക്ക് അവിടെ ജീവിക്കേണ്ടതില്ല. ഇതിന് തീരെ ഓൻ ആരായി? ഓൻ ഷിയായി, ഓൻ വഹാബിയായി, ആരായി? ഓൻ ആരായി എനക്കണ്ട? അതിൽ നന്മല്ലേ? നിങ്ങൾക്ക് പറയാൻ മനസ്സിൽ നിങ്ങൾ അള്ളാഹു അല്ലാത്ത ഒരാളെ ആരാധിക്കുക ഇതെന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ അള്ളേനുള്ളത്. നിങ്ങളെന്താ ചിന്തിക്കാത്ത? ഒതുങ്ങിയൊക്കെ ജീവിച്ചോളി, പക്ഷെ മേൽക്കോയ്മ അംഗീകരിക്കരുത്. മേൽക്കോയ്മ അംഗീകരിക്കുക ഓൻ നന്മയുള്ളവനാണെങ്കിൽ. ആരാധിക്കുന്ന വസ്തുവും വിശ്വാസവും മതവും എന്തോ ആയിക്കോട്ടെ. ഇപ്പൊ ഇവിടെ മഖ്ദൂമ് ജീവിച്ചിട്ട് സാമൂതിരിനെ അംഗീകരിച്ചു. എന്തുകൊണ്ട്? സാമൂതിരി ആരാധിക്കുന്ന മറ്റ് പൂജാ വിഗ്രഹങ്ങൾക്കാണ്. പക്ഷെ എന്തുണ്ട്? നേരും നെറിയുണ്ട്, നീതിയും സത്യമുണ്ട്. അത്രേ വേണ്ടുള്ളൂ. അതായത് ഞാനും ഈ ആരാധിച്ചതിനെ തന്നെ ട്രംപ് ആരാധിച്ചോളം നമുക്കില്ല. മഖ്ദൂം ആരാധിക്കുന്ന അതേ ദൈവത്തിന് സാമൂതിരി ആരാധിക്കണമെന്ന് മഖ്ദൂമിന് വാശില്ല. ഈ മഖ്ദൂമിന് സാമൂതിരിക്ക് വേണ്ടി ചെയ്തു കൊടുത്ത സാമൂതിരിയെ ലോകരാജ്യങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന കിതാബ് എഴുതിയിട്ടുണ്ട് ആര്? മഖ്ദൂം തങ്ങൾ. അതേ സമയത്ത് സാമൂതിരി ആരാധിക്കുന്ന അള്ളാഹ്ക്കല്ല. അതായത് ഏകനായ ഒരു ദൈവത്തിന് മാത്രമാണോ സാമൂതിരി ആരാധിക്കുന്നത്? അല്ല, വിഗ്രഹങ്ങൾക്ക് ആരാധിക്കുന്ന ആളാണ് സാമൂതിരി. അതിനെന്താ പ്രശ്നം? അത് അയാളെ വിശ്വാസകാര്യല്ലേ. പക്ഷെ നാട്ടിൽ നീതിയും ധർമ്മവും നടപ്പാക്കണം. ഹിന്ദു മുസ്ലിമും ധർമ്മത്തിൽ ജീവിക്കണം. ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യപ്പെടരുത്, ഒരുത്തനും മുതൽ അപഹരിക്കപ്പെടരുത്, ഒരുത്തൻ ദ്രോഹിക്കപ്പെടരുത്. ഈ വിശ്വാസമുള്ള ആൾ, ധർമ്മബോധമുള്ള ആളാണ് ആര്? സാമൂതിരി. ആ സാമൂതിരി രാജാവായാൽ മഖ്ദൂം നിന്നൊടുക്കൂല കൂടെ. എന്തുകൊണ്ട്? ഇയാൾക്ക് എന്തുണ്ട്? ധർമ്മവും നീതി അതല്ലേ ആവശ്യം. മതം എല്ലാവർക്കും ഒന്നാണെന്നൊന്നുമില്ല. അതാണ് ഇവിടെ ഇല്ലാത്തത്. ഈ ലോകത്തെ എല്ലാ തിന്മയും തെറ്റും ചെയ്യുക. ഇപ്പോൾ ഒരു ഫയൽ പുറത്തു വന്നു, അതിലവർ കാട്ടിക്കൂട്ടിയെന്ന് തോന്നി കയ്യും കണക്കും ഇല്ല. അവർക്ക് ഇഷ്ടപ്പെടാത്തവരെ മുഴുവൻ അവർ കൊല്ലും. എത്ര രാഷ്ട്ര നേതാക്കന്മാരെ കൊന്നു ഇപ്പോൾ അവസാനം അടക്കം. എത്ര ആദ്യത്തെ ഒന്നല്ല, ആര് കൊല്ലും? അപ്പൊ അങ്ങനത്തെ ഒരുത്തൻ ഒരാൾ കീഴൊതുങ്ങിയില്ല എന്ന് പറഞ്ഞാൽ അത് നന്മ തിന്മയും. അയാൾ ആരായിക്കോട്ടെ, അയാൾ ഷിയാണ്, അത് പറയുന്ന നേരം. അപ്പോൾ അയാൾ ഷിയാണ്, കൊയയാണ്, അതൊക്കെ ഇപ്പൊ പറയുന്ന നേരം. ഇയാൾ വഹാബിയാലെന്താ? ഈ പറയുന്ന വ്യക്തി വഹാബിയാലെന്താ? അയാൾ ഒരു മേൽക്കോയ്മ അംഗീകരിക്കൂല, ആരെ അല്ലാതെ. വഹാബി വിശ്വാസത്തെ നമ്മൾ സ്വീകരിക്കൂല. പക്ഷെ അയാളെ രാങ്കുട്ടിയാന്ന് നമ്മൾ പറയും. അതാണ് ദീന്, അതാണ് ദീന്. മറ്റൊക്കെ വിശ്വാസമാണ്. അതൊക്കെ നല്ല നാളെ അള്ളാഹു തആല പുറത്തു കൊടുത്തേക്കാം. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. അയാൾ ഷിയ ആയാലെന്ത്, അയാൾ വഹാബി ആയാലെന്ത്, നമുക്ക് അത് അവരെ വിശ്വാസമല്ലേ. അതേ സമയത്ത് ഒരു നീതിക്ക് വേണ്ടി നിലകൊള്ളുക. അള്ളാഹുവിന്റെ മേൽക്കോയ്മല്ലാതെ വേറെ ഒന്നും അംഗീകരിക്കൂല. പിന്നെ ആര് അംഗീകരിക്കും? അള്ളാഹു ഈ ലോകത്ത് സ്ഥാപിച്ചതാണ് നീതിയും ധർമ്മവും. അത് ഉണ്ടാകണം, അതില്ല. ഓൾക്ക് വേണ്ടി ഓലെ താല്പര്യത്തിന് ആരെയും കൊല്ലും. അങ്ങനത്തെ ഒരുത്തന്നെ മേൽക്കോയ്മ ഞാൻ അംഗീകരിക്കൂല എന്ന് പറഞ്ഞാൽ ഷിയ ആയാൽ എന്താണ്? എന്തെങ്കിലും ചിന്തിക്കാത്ത? അയാൾ ഷിയയായി, അയാൾ വഹാബിയായി, അയാൾ ആരായി? വഹാബിയെ വിമർശിക്കുന്നു. അതേസമയത്ത് അതിനൊരു പരിധിയില്ലേ? പരിധിയുണ്ടല്ലോ. ഓൻ കുടുങ്ങിയ സമയത്ത് ഓനെ ഒരു ഈ ജാതി ഫിർഔനിസം ഒരു വഹാബിയെ ആക്രമിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഓനെ കൊന്നോട്ടെ എന്ന് പറയും. അങ്ങനെ കൊന്നോട്ടെ എന്ന് പറയുമ്പോൾ എങ്ങനെ മുമ്മിനാവും? ഒരു ഹിന്ദുവിനെ ആക്രമിക്കുക നമ്മൾ വിട്ടുകൊടുക്കും? അത് പറയും. ഒരു ഹിന്ദുവിനെ ഒരാൾ ആക്രമിക്കുക, ആ ആക്രമിക്കുന്നവന് നീതിയും ധർമ്മവും ഇല്ല. ഹിന്ദുവിനെ ആക്രമിക്കുക നിങ്ങൾ വിടുമോ? അത് പറയാം. അതെ ഹിന്ദു അല്ലേ, കൊന്നോട്ടെ നിങ്ങൾ പറഞ്ഞ നിങ്ങൾ മനുഷ്യനാണ്. അലി കാംനായി ഷിയാണ് എന്ന് പറയുന്നത് അയാളുടെ രാജ്യത്തെ ആക്രമിക്കാം, അയാളെ കൊല്ലാം എന്നതിന് ഒരിക്കലും ന്യായമല്ല. കൊന്നവൻ നീതിയും ധർമ്മം ഇല്ലാത്തവനാണ്. ഇവരൊക്കെ നീതിയിലും ധർമ്മത്തിലും ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. ഇവൻ മർദ്ദിതും മറ്റേ മർദ്ദകനുമാണ്. അവിടെ ഷിയയാണോ വഹാബിയാണോ ഹിന്ദു ആണോ എന്നുള്ള നോട്ടല്ല. അവൻ മതമില്ലാത്ത നിരീശ്വരവാദിയെ നോക്കുക. ആയിക്കോട്ടെ, മതമില്ലാത്ത നിരീശ്വരവാദിയെ ഒരു ധർമ്മമില്ലാത്ത ഒരു ആക്രമിക്കുകയാണെങ്കിൽ ഒരുത്തൻ നിരീശ്വര